ഹിന്ദു വിശ്വാസത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് വിഗ്രഹാരാധനയും ക്ഷേത്രങ്ങളും ദൈവങ്ങളും എന്നുള്ളത്. ഗോഡ് എന്ന് പറയുന്നത് എന്താണ്? ജനറേറ്ററാണ്. അത് പിന്നെ ഡി പറയുമ്പോൾ ഡിസ്ട്രോയറാണ്, ഓർ പറയുമ്പോൾ ഓർഗനൈസറാണ്. ജനറേറ്റ് ചെയ്ത്, അതായത് ജന്മം നൽകി ഉൽപ്പാദിപ്പിച്ച് അതിനെ കറക്റ്റായിട്ട് കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്ത് പിന്നെ ഡിസ്ട്രോയ് ചെയ്യുന്ന ബ്രഹ്മ വിഷ്ണു മഹേശ്വര സങ്കല്പമൊക്കെ പറഞ്ഞുകൊണ്ട് ബ്രഹ്മാവ് ഇത് സൃഷ്ടിക്കുന്നു, വിഷ്ണു നിലനിർത്തുന്നു, മഹേശ്വരൻ മഹാദേവൻ അല്ലെ പരമശിവൻ സംഹരിക്കുന്നു എന്ന് പറയില്ല, അതിൻ്റെ മാറ്റം വരുത്തുന്നു. ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ചിന്തകളുമായിട്ടൊക്കെ ഇതിന് ബന്ധമുണ്ട്. പക്ഷേ ആദിശങ്കരൻ പോലും വിഗ്രഹ ആരാധനയെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഒരു വശത്ത് പരബ്രഹ്മത്തെയും ബ്രഹ്മത്തെയും ആത്മാവിനെയും പരമാത്മാവിനെയും ഒക്കെ കുറിച്ച് പറയുകയും വല്ലാത്ത രൂപത്തിൽ ഇതിൻ്റെ തത്വശാസ്ത്ര ചിന്തകൾ പറയുകയുമൊക്കെ ചെയ്തിരുന്ന, അത് പ്രചരിപ്പിച്ചിരുന്ന ആദിശങ്കരൻ പോലും ആദിശങ്കര ഗുരു പോലും വിഗ്രഹാരാധനയെ നിഷേധിച്ചിരുന്നില്ല. വിഗ്രഹം എന്നതുകൊണ്ട് വിശേഷാൽ ഗ്രഹിക്കുന്നത് എന്നുള്ള അർത്ഥം മാത്രമാണുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. വിശേഷാൽ ഗ്രഹിക്കുന്നത് ആരെ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ക്ഷേത്രത്തിൽ പോയിട്ടാണ് നമ്മൾ കാണലല്ല പോകുന്നത്, ദർശിക്കാനാണ് പോകുന്നത്. ദർശനമാണ് അവിടെ സങ്കല്പമാണ്. എന്താണ് നമ്മുടെ സങ്കല്പം? നമ്മുടെ ചിന്താധാരകളൊക്കെ, എല്ലാ മനുഷ്യൻ്റെയും ചിന്താധാരകളെല്ലാം വിശ്വാസമാണ്. വിശ്വാസമല്ലാതെ മറ്റൊന്നുമില്ല. ഞാൻ ജീവിച്ചിരിക്കും എന്ന വിശ്വാസത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. അല്ലാതെ മരിച്ചു പോകും എന്നുള്ള വിശ്വാസം, മരിച്ചു പോകും എന്നുള്ള യാഥാർത്ഥ്യം ഉള്ളപ്പോഴും, എൻ്റെ ശരീരം പോകും ഈ ഭൂമിയിൽ എന്നുള്ള യാഥാർത്ഥ്യം ഉള്ളപ്പോഴും ഞാൻ ജീവിച്ചിരിക്കും അടുത്ത നിമിഷം എന്നുള്ള വിശ്വാസത്തിലാണ് പോകുന്നത്. കഴിക്കുന്ന ആഹാരം, യാത്ര, എല്ലാ കാര്യങ്ങളും ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാൻ ചെയ്യുന്നത്. നമ്മളെല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത്. ഒരു വിശ്വാസമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു സങ്കല്പമുണ്ട്. നമ്മൾ അതുപോലെ തന്നെ ശാസ്ത്രജ്ഞന്മാരായാലും എല്ലാവരും സങ്കല്പത്തിൽ നിന്നാണ് യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നത്. സ്വപ്നങ്ങളായാലും ആശയങ്ങൾ രൂപീകരിക്കുന്നതായാലും ചിന്തകൾ കൊണ്ടുവരുന്നതായാലും എല്ലാം മനുഷ്യൻ്റെ മനസ്സിലാണ്, മസ്തിഷ്കത്തിലാണൊക്കെ ആദ്യം ഉണ്ടാകുന്നത്, ചിന്തകൾ വരുന്നത്. അത് പിന്നെ യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആദ്യത്തെ രൂപം എന്ന് പറയുന്നത് ഒരു സങ്കല്പ രൂപം തന്നെയാണ്, ഒരു വിശ്വാസത്തിൻ്റെ രൂപം തന്നെയാണ്. പിന്നെയാണ് അതിൻ്റെ യാഥാർത്ഥ്യത്തിൻ്റെ. ഇപ്പോൾ എഞ്ചിനീയർ ആയാലും അങ്ങനെ തന്നെയാണ്, ഒരു കെട്ടിടത്തിൻ്റെ പ്ലാൻ വരയ്ക്കുന്ന ആളും അങ്ങനെ തന്നെയാണ്. ഒരു ഡിസൈനർ ആയാലും അദ്ദേഹത്തിൻ്റെ എല്ലാ കലാരൂപങ്ങളും ആദ്യം വരയ്ക്കപ്പെടുന്നത് മനസ്സിലാണ്, പിന്നെയാണ് പേപ്പറിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ക്യാമറയിലേക്ക് വരുന്നത്. ആദ്യം ഉണ്ടാകുന്നത് മനസ്സിലാണ്. ഏത് കലാകാരനും അഭിനയിക്കുന്നത് ആദ്യം മനസ്സിലാണ്. ആ മനസ്സിലെ അഭിനയത്തിൽ നമുക്ക് വിശ്വാസമെന്നോ സങ്കല്പമെന്നോ അങ്ങനെ പല പേരിട്ട്, സ്വപ്നമെന്നോ അങ്ങനെ ചിന്തകളെന്നോ പല പേരിട്ട് വിളിക്കാം. എന്ത് പേരിട്ട് വേണം നമുക്ക് പറയാം. അങ്ങനെ വരുന്ന വിശ്വാസത്തിലുള്ള ഒരു കാര്യമാണ് ഈ വിഗ്രഹവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളത്. മനുഷ്യർക്ക് ഇന്ത്യൻ തത്വചിന്തയനുസരിച്ച് ഇന്ത്യയിലെ ആത്മാവ്, പരമാത്മാവ്, ബ്രഹ്മം, പരബ്രഹ്മം എന്നൊക്കെ പറയുന്ന വളരെ അതിവിശാലമായ, എന്നാൽ കുറച്ച് നിഗൂഢം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകാത്ത കുറച്ച് സങ്കല്പങ്ങളുണ്ട്. അപ്പോൾ ഈ കുറച്ച് സങ്കല്പങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്ത സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്ര ആരാധന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ അവിടെ ക്ഷേത്രം ഒരു സ്വകാര്യ ഇടമാണ്. ഒരു കാരണവശാലും അതൊരു പൊതു ഇടമല്ല, ഒരു പബ്ലിക് പ്ലേസ് അല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഭരണഘടനയ്ക്കൊക്കെ, അല്ലെങ്കിൽ ശബരിമല സ്ത്രീ പ്രവേശനത്തിലൊക്കെ ഒരുപാട് കൈകടത്താൻ കോടതികൾക്ക് പോലും കഴിയാത്തതിൻ്റെ ഒരു പ്രധാന കാര്യം, അതൊരു പബ്ലിക് ഇടമല്ല. പബ്ലിക് വരുന്ന സ്ഥലമെല്ലാം പബ്ലിക് ഇടമല്ല, സ്വകാര്യ ഇടങ്ങൾ എന്നുള്ള സ്വകാര്യ സ്ഥാപനങ്ങളിൽ പോകുമല്ലോ നമ്മൾ. എത്രയോ പബ്ലിക് ആളുകൾ സ്വകാര്യ സ്ഥാപനങ്ങളിൽ പോകുന്നു. അതെല്ലാം പ്രൈവറ്റ് ബസ്സിൽ കയറുമ്പോൾ അത് പബ്ലിക് ബസ് അല്ല, അത് പ്രൈവറ്റ് ബസ്സാണ്. പക്ഷെ പബ്ലിക് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പബ്ലിക് ഉപയോഗിക്കുന്നു എന്ന് വെച്ച് എല്ലാം പബ്ലിക് അല്ല, അത് നമ്മൾ മനസ്സിലാക്കി. സാങ്കേതികമായി പറഞ്ഞാൽ അത് പ്രൈവറ്റ് ആണ്. ക്ഷേത്രങ്ങൾ സ്വകാര്യമാണ്. അത് ദേവനും ദേവിക്കുമൊക്കെ ഇരിക്കുവാൻ നമ്മൾ ഇരിപ്പിടം ഉണ്ടാക്കി കൊടുത്തതാണ് മനുഷ്യർ. അങ്ങനെ ഇരിപ്പിടം ഉണ്ടാക്കി കൊടുത്തപ്പോൾ ആ ഇരിപ്പിടത്തിന് ചില രൂപങ്ങളും ഭാവങ്ങളും ആവശ്യമുണ്ട്. വെറുതെ ഇരുത്തുന്നതല്ല. ആ രൂപഭാവാദികൾ മനുഷ്യൻ തന്നെ സൃഷ്ടിച്ചതാണ്. അതിനാണ് ഈ ശാക്തേയ, വൈഷ്ണവ, പിന്നെ സിദ്ധാന്തങ്ങളും പിന്നെ ശൈവ സിദ്ധാന്തവും, ഇങ്ങനെ ഒരുപാട് സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കി, മാന്ത്രിക വിദ്യകൾ ഉണ്ടാക്കി, മന്ത്രങ്ങൾ ഉണ്ടാക്കി, തന്ത്രങ്ങൾ ഉണ്ടാക്കി, തന്ത്രിമാരെ ഉണ്ടാക്കി, പോറ്റുന്നവരായി പോറ്റിമാരെ ഉണ്ടാക്കി, നമ്പൂതിരിമാരെ ഉണ്ടാക്കി. അങ്ങനെ വലിയൊരു വിഭാഗം ജനതയെ തന്നെ സൃഷ്ടിച്ചു. ഡോക്ടർമാരെ, എഞ്ചിനീയർമാരെ, അതുപോലെ തന്നെ ജോലിക്കാരെ, വീട്ടിലേക്കുള്ള ജോലിക്കാരെ, നാട്ടിലെ ജോലിക്കാരെ, ശുചീകരണ തൊഴിലാളികളെ, IAS-കാരെ, എല്ലാവരെയും സൃഷ്ടിച്ചതുപോലെ ക്ഷേത്രം എന്ന് പറയുന്ന, അമ്പലം എന്ന് പറയുന്ന സ്വകാര്യ ഇടത്തിലേക്ക് പൂജകൾ നടത്തുമ്പോഴാണ് അവിടെ ശക്തി കൂടുന്നത് എന്നുള്ള സങ്കല്പത്തിൽ, യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല, സങ്കല്പത്തിൽ അവിടെ ഒരുപാട് പൂജകൾ നടക്കാറുണ്ട്.
പൂജാതികർ വളരെ ശുദ്ധമായി സൂക്ഷിക്കേണ്ട സ്ഥലമാണ് അമ്പലം. അതുകൊണ്ടാണ് ആ അമ്പലത്തിന് എത്ര കണ്ട് സൂക്ഷ്മമായി സൂക്ഷിക്കുമോ അത്ര കണ്ട് അവിടെ ഊർജം കൂടും എന്നാണ് കണക്ക്. അവിടെ പ്രപഞ്ചത്തിന്റെ ഊർജത്തെ, ശക്തിയെ ഉണ്ടെങ്കിൽ അത് സൂര്യന്റെ രൂപത്തിലാകട്ടെ, വായുവിന്റെ രൂപത്തിലാകട്ടെ, വെള്ളത്തിന്റെ രൂപത്തിലാകട്ടെ, ഏത് രൂപത്തിലുള്ള ദ്രവ്യങ്ങളുടെ ഏത് രൂപത്തിലുള്ള പ്രപഞ്ചത്തിന്റെ ശക്തികളെയും ആവാഹിച്ചു കൊണ്ടുവന്ന്, ആവാഹിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ വലിച്ചെടുത്ത് കൊണ്ടുവന്ന് ഒരു ഊർജ്ജ സ്രോതസ്സിലേക്ക് കൊണ്ടുവരികയും ആ ഊർജ്ജ സ്രോതസ്സിനെ ദിവസവും പരിപോഷിക്കുകയും 24 മണിക്കൂറും പരിപോഷിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഒരു ഊർജത്തിന്റെ ഓറ ഉണ്ടാക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടും ക്ഷേത്രത്തിന്റെ പിന്നിലുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ വിശേഷാൽ ഗ്രഹിക്കുന്നതാണ്, പ്രത്യേകിച്ച് കാണുന്നതാണ്. അവിടെ ദർശനം മാത്രമേ ഉള്ളൂ, അവിടെ പോയി പ്രാർത്ഥന പോലും ഇല്ല എന്നാണ്. പക്ഷെ ആളുകൾ, ദുഃഖമുള്ളവർ, സ്വഭാവ സന്തോഷമുള്ളവർ പ്രാർത്ഥിക്കും. അത് നമ്മൾ തെറ്റായി പറയാൻ പാടില്ല. ഇനി ഓരോ വിഗ്രഹത്തിനും ഓരോ ചിട്ടയാണ്, ആരാധനക്രമമാണ്, ഓരോ രീതിയാണ്. ഇതിൽ മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ വിഗ്രഹങ്ങൾ പലതും വന്നിട്ടുള്ളത്. എങ്കിൽ മാത്രമേ മനുഷ്യന് മനസ്സിലാവുകയുള്ളൂ. മനുഷ്യന് മനസ്സിലാവണമല്ലോ. ഇതെന്ത്, ഒരു വശത്ത് വേദങ്ങളും ഈ പറയുന്ന ബ്രഹ്മവും പരബ്രഹ്മവും ഒന്നും മനസ്സിലാകാത്തത് കൊണ്ടാണ് ഇതിലേക്ക് മനുഷ്യൻ പോകുമ്പോൾ ആരും കുറ്റം പറയാതിരുന്നത്. താത്വിക ആചാര്യന്മാരൊന്നും കുറ്റം പറയാതിരുന്നത് ഇതിലേക്ക്. അപ്പൊ സന്യാസിമാരൊന്നും ഇതിലോട്ട് പോകുന്നില്ല. സീരിയസായി സ്വാമിമാരായിട്ടൊക്കെ മാറിക്കറിഞ്ഞ് ജ്ഞാനികളാകുന്നവരൊന്നും അമ്പലത്തിൽ പോകുന്നില്ല. അതിന്റെ മുകളിലാണ് അവരുടെ ചിന്തകൾ അതിനേക്കാൾ മുകളിലാണ് നിൽക്കുന്നത്. വിഗ്രഹത്തിന്റെ ചിന്തകൾക്ക് മുകളിൽ നിൽക്കുന്നുകൊണ്ടാണ് അവർ സന്യാസിമാരൊന്നും അമ്പലത്തിൽ പോയി അങ്ങനെ പ്രാർത്ഥിക്കാത്തത്. അതിന്റെ മുകളിലാണ് അവരുടെ ചിന്തകൾ. അങ്ങനെ എല്ലാവർക്കും പോകാൻ കഴിയാത്തത് കൊണ്ട്, ആ ചിന്തകളിലേക്ക് പോകാൻ കഴിയാത്തത് കൊണ്ട് നമ്മുടെ സുഖദുഃഖങ്ങൾ പറയാനായി നമ്മളിൽ ഒരാളായി തന്നെ സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് നമ്മുടെ പ്രായവും നമ്മുടെ വയസ്സും എല്ലാം കണക്കാക്കിയുള്ള രൂപങ്ങളിലേക്ക് പോയി കുട്ടിയായ കൃഷ്ണൻ, കുഞ്ഞു കൃഷ്ണൻ, രാസലീല കളിക്കുന്ന കൃഷ്ണൻ, വയസ്സായ ആള്, പിന്നെ മഹാവിഷ്ണു, ഇങ്ങനെ പല പല രൂപത്തിലേക്കും ഭാവത്തിലേക്കും, രൗദ്രഭാവത്തിൽ, ശൃംഗാരഭാവത്തിൽ, അറിവിന്റെ ഭാവത്തിലുള്ള സരസ്വതി, പിന്നെ ധനം തരുന്ന ലക്ഷ്മി, ഇങ്ങനെ മനുഷ്യൻ എന്തൊക്കെ ആവശ്യമുണ്ടോ അത് ചാത്തനും മന്ത്രവാദവും സേവയും എല്ലാം ഉണ്ട്. മനുഷ്യന്റെ എന്തൊക്കെ ചിന്തകൾ ആവശ്യമുണ്ടോ ആ ചിന്തകൾക്കെല്ലാം അനുഗുണമായ രീതിയിലുള്ള വിഗ്രഹ ആരാധന ചിന്തകളും കടന്നു വന്നു. ശബരിമലയിൽ താഴെയിൽ മലയരയന്മാർ പണ്ട് അവർ ഉപയോഗിച്ചിരുന്ന ഗഞ്ചാവും, എല്ലാവരും അല്ല, ഗഞ്ചാവ് അങ്ങനെ ഉപയോഗിക്കുന്നില്ല, കാട്ടിൽ കിട്ടുന്ന ഉപയോഗിച്ചു എന്ന് ഞാൻ പറയുന്നില്ല, കാട്ടിൽ കിട്ടുന്ന കഞ്ചാവും ഉപയോഗിക്കുന്ന മദ്യം ഉപയോഗിച്ചിരുന്നു. മദ്യമൊക്കെ അവർ സമർപ്പിക്കുമായിരുന്നു. അങ്ങനെ മനുഷ്യന്റെ രൂപങ്ങളുമായി ബന്ധപ്പെടുത്തി, മനുഷ്യന്റെ ചിന്തകളുമായി ബന്ധപ്പെടുത്തി, മനുഷ്യന്റെ ജീവിത രീതികളുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് വിഗ്രഹ ആരാധനകളെ കൊണ്ടുപോകുന്നത്. അത് ഒരു സ്വകാര്യ ഇടമാണ്. സ്വകാര്യ ഇടത്തിലെ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് സ്വകാര്യമായിട്ടാണ്. അതൊക്കെയാണ് ഈ അമ്പലത്തിൽ ഷർട്ട് ഇടാമോ, ഷർട്ട് ഇട്ട് കയറാമോ, കയറിക്കൂടെ, മുണ്ടെടുക്കാമോ അല്ലെ പാൻറ് ഇടാമോ എന്നൊക്കെ ചോദിക്കുന്ന വിഷയങ്ങൾ അതാണ്. 33 ദൈവങ്ങളുണ്ട്. അവിടെ ദേവതാ സമ്പ്രദായങ്ങളും വ്യത്യാസമാണ്, രീതികളും ആചാരങ്ങളും വ്യത്യാസമാണ്. ആ വ്യത്യസ്തത മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുമ്പോൾ ഒരു വിവാദത്തിനും തർക്കമില്ല. താല്പര്യമുള്ളവർ മാത്രം ആ സ്വകാര്യ ഇടത്തിൽ പോവുക, താല്പര്യമില്ലാത്തവർ പോകാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ ആർത്തവം പോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ കുളിക്കണം, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയുന്നതിൻ്റെ കാര്യം, അമ്പലത്തിൽ പോയി കുളിക്കണം, പിന്നെ അല്ലെങ്കിൽ മറ്റൊരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. വൃത്തി വേണം, പിന്നെ മരിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും മരിച്ചാൽ 10 ദിവസം പുലയുണ്ട്, വാലായ്മയുണ്ട് എന്നൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ പറയുന്നതിൻ്റെ കാരണം ഏറ്റവും പരിശുദ്ധമായി സൂക്ഷിക്കേണ്ടുന്ന ഒരിടമാണ് ഞാൻ ഈ പറഞ്ഞ ഊർജ്ജ സ്രോതസ്സിൻ്റെ ഇടം, ആവാഹിക്കുന്ന ഇടം. ഇനി മറ്റൊരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മുടെ ശരീരത്തിൽ ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ എൻ്റെ വായിൽ തുപ്പലുണ്ട്. ഞാൻ അത് എൻ്റെ അടുത്തിരിക്കുന്ന ആളിൽ ഒന്ന് തുപ്പിയാൽ, തുപ്പൽ എൻ്റെ വായിൽ കിടക്കുന്നിടത്തോളം എനിക്ക് ഗുണകരമായ വസ്തുവാണ്. എൻ്റെ ശരീരത്തിൻ്റെ എൻസൈം പോലെ പ്രവർത്തിച്ച് എൻ്റെ ശരീരത്തിന് ഗുണം തരുന്നൊരു വസ്തുവാണ്. നാക്കിലേക്ക് ഞാൻ ഒരാഹാരം എടുത്താൽ അതിനെ താഴെ കൊണ്ടുപോയി ആഹാരം എടുത്തെന്ന് താഴെ കൊണ്ടുപോകാനും ലയിപ്പിക്കാനും ഒക്കെ സഹായിക്കുന്ന വളരെ വളരെ എനിക്ക് വലിയ എൻ്റെ ജീവൻ നിലനിർത്തുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ് തുപ്പൽ. അല്ലെങ്കിൽ ഈ തുപ്പൽ ഞാൻ അങ്ങനെ ഉദാഹരണം പറയുന്നു. പക്ഷേ അത് ഞാൻ മറ്റൊരാളിൻ്റെ ശരീരത്തിൽ തുപ്പിയാൽ തല്ല് നടക്കും, വഴക്ക് നടക്കും. എൻ്റെ ശരീരത്തിൽ തുപ്പിയാലും എനിക്കത് അശ്ലീലമാണ്, അരോചകമാണ്. ഇത് ഞാൻ റോഡിൽ തുപ്പിയാൽ പല രാജ്യങ്ങളിലും നിയമവിരുദ്ധമാണ്, പോലീസ് കേസാവും. മൂത്രം നമ്മളിൽ ഉള്ളതാണ്, മലം നമ്മളിൽ ഉള്ളതാണ്. പക്ഷെ അതിനെ സേഫായി ആരും കാണാതെ ഡിസ്പോസ് ചെയ്യാൻ നമ്മൾ സ്പേസ് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ രക്തം, അശുദ്ധ രക്തം, ശുദ്ധരക്തം, ഇങ്ങനെ പലതുമുണ്ട്. നമുക്ക് മുറിവുണ്ടായാൽ വരുന്നത് അശുദ്ധമായ രക്തമാണ്. അത് നമ്മൾ നല്ലതുപോലെ സംസ്കരിക്കും. അത് നമ്മൾ പബ്ലിക്കായിട്ട് ഇടാറില്ല. അത് നമുക്ക് തന്നെ അരോചകമാണ്. നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു ഭാഗം പഴുക്കുകയോ ഒരു രക്തത്തിന്റെ കേടുള്ള രക്തം വന്നാൽ നമ്മുടെ ശരീരത്തിന് മറ്റൊരു ഭാഗത്ത് വീഴാതിരിക്കാൻ
നമ്മൾ നന്നായി ഡിസ്പോസ് ചെയ്ത് ഡിറ്റോൾ ഒഴിച്ച് കഴുകും. എന്തിന്? അതാണ് ഈ അമ്പലത്തിലുമൊക്കെ സംഭവിക്കുന്നത്. അവിടെ ഒരു സ്വകാര്യ ഇടമാണ്, അവിടെ സ്വകാര്യമായ ആചാരക്രമങ്ങളാണ്. ആ ആചാരക്രമങ്ങളിൽ നമ്മളിപ്പോൾ തീരുമാനിക്കാൻ കൊടുത്തിരിക്കുന്നത് രോഗങ്ങൾ തീരുമാനിക്കാൻ ഡോക്ടർമാരെയും കേസുകൾ തീരുമാനിക്കാൻ കോടതിയെയും വക്കീലിനെയും ഒക്കെ നമ്മൾ കൊടുത്തിരിക്കുന്നത് പോലെ ആചാരക്രമങ്ങൾ തീരുമാനിക്കാൻ നമ്മൾ തന്നെ കൊടുത്ത ഒരു അധികാരവും അവകാശവുമാണ് തന്ത്രിമാർക്കും പോറ്റിമാർക്കും മേൽശാന്തിമാർക്കും ഒക്കെ. അവർ ഇത് പഠിച്ചവരായതുകൊണ്ട്, അവർ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയതായതുകൊണ്ട് അവരിത് ചെയ്യുന്നു. അതിന് ഉള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതല്ലാതെ അതിനെ കയറി തോണ്ടി പറക്കിയെടുത്ത് നമ്മളെ കേവല ബുദ്ധികൾ വെച്ച്, കേവലമായ നമ്മുടെ ചിന്തകൾ വെച്ച് ഈ അലക്സാണ്ടർ ജേക്കബ് സാറാവല് ആരായാലും ഒരുപാട് ചാനലുകളിലൊക്കെ വന്നിരുന്നിട്ട് ഇതിനെ നഖശിഖാന്തം വിമർശിക്കുന്നവർ മനസ്സിലാക്കുക. ഈ തത്വചിന്തകൾ നമ്മൾ മനസ്സിലാക്കിയാൽ മനോഹരമായ ഒരു സംവാദാത്മകമായ ഒരു ദൈവിക അന്വേഷണം നമുക്ക് പറ്റില്ലേ എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം.